പടച്ചവൻ്റെ പടപ്പുകളുടെ പിടപ്പറിയിക്കാൻ പട പഠിക്കണമെന്ന് ചൊന്നതേതു മതമാ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവും മലബാറിൻ്റെ യുവകവിയുമായിട്ടുള്ള ഫൈസൽ കന്മനമാണ്. നമസ്കാരം ഫൈസൽക്ക. നമസ്കാരം. അബു കെൻസ എന്ന പേരിലാണല്ലോ കൂടുതലും അറിയപ്പെടുന്നത്. അപ്പോൾ ആ പേര് വന്ന ഒരു കഥ എന്താ? അബു കെൻസ എന്ന് പറയുമ്പോഴേ, അബു കെൻസ എന്ന് പറഞ്ഞാൽ കെൻസ എന്ന് പറഞ്ഞ മകളുടെ പേരാണ്. കെൻസയുടെ പിതാവ് എന്നാണ് അർത്ഥം. പക്ഷെ അതിന് മാപ്പിളപ്പാട്ടുമായിട്ടുള്ളൊരു ബന്ധം ആണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. മാപ്പിളപ്പാട്ടില് മോയിൻകുട്ടി വൈദ്യർ ആണ് മഹാകവി. മോയിൻകുട്ടി വൈദ്യർക്ക് തന്നെ പയ്യൽ തൊബീബ് പയ്യൽ, അതുപോലെ വിവിധ കവികൾക്ക് ഇതുപോലെ തൂലികാനാമങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഉറുദുവിലൊക്കെ ഉള്ളതുപോലെ ഉള്ള പദ്യത്തിൻ്റെ അല്ലെങ്കിൽ പാട്ടിൻ്റെ അവസാനം ഇങ്ങനെ തൂലികാനാമങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഉള്ളൊരു തൂലികാനാമമായിട്ട് പാരമ്പര്യമായിട്ട് സ്വീകരിച്ചതാണ് അബു കെൻസ. ഫൈസൽ കന്മനം എന്ന് പറയുന്നത് ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ ഒരു പൈതൃകത്തിൻ്റെ ഒരു രസം അതിലുണ്ടാവണമല്ലോ. അപ്പോൾ അബു കെൻസ എന്ന് പറയുമ്പോൾ പാട്ടിലേക്ക് ചേർക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ ഒരു പാട്ടിൻ്റെ ഭാഗമാണ് ഉഷർമയിൽ കൊഷിക്കുട്ടി ബഷറുകളിൽ പിശയെ മാറ്റി അബു കെൻസ മനം കാഫിയാവുള്ള. ഇവിടെ ഫൈസൽ കന്മനം എന്നാകുമ്പോൾ അതിൻ്റെ ആ ഒരു പദക്കോർവയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുമാത്രമല്ല, ഈ അബു കെൻസക്ക് മറ്റൊരു നമ്മൾ ആദ്യമായിട്ട് ഇറക്കിയ പാട്ടുകളിൽ പിന്നെ പുതിയ ആളുകൾ കടന്നെത്തുമ്പോൾ അത് വിമർശനാത്മകമായിട്ട് കാണുകയും അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു കവിയാണ് ഒ എം മാഷിൻ്റെ പാട്ടുകൾ ആദ്യം വന്നിരുന്നത് ഇന്ന കൃതികളിൽ നിന്ന്, ശേഖരത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടുമ്പോഴാണ് അത് പിന്നീട് ഒ എൻ കരുവാരക്കുണ്ടിൻ്റെ പാട്ട് എന്നൊക്കെ പറയുമ്പോൾ പത്രങ്ങളിലൊക്കെ വരാറുള്ളത്. അങ്ങനെയാണ് അബു കെൻസ എന്നുള്ള പേര് ചേർത്ത് കൊടുക്കുക. കാരണം ഒന്ന് പാരമ്പര്യമായിട്ട് മാപ്പിളപ്പാട്ടിൻ്റെ ഉള്ള തൂലികാനാമമായിട്ടും, മറ്റൊന്ന് നമ്മൾ പുതിയ അവതരണത്തിലേക്ക് വരുമ്പോൾ അതിനെ തള്ളി മാറ്റാതിരിക്കാനുള്ള ഒരു രീതിയാണ്. ഇപ്പോൾ ശരിക്കും നമുക്ക് നമ്മളുടെ പേരുകൾ കൊടുത്ത് പാട്ട് വേദികളിലേക്ക് അവതരിപ്പിക്കാൻ പറ്റും. കാരണം പാട്ടുകളൊക്കെ ഫേമസ് ആയി, അപ്പോൾ കലോത്സവത്തിലൊക്കെ എസ്റ്റാബ്ലിഷ് ആയി. അതുകൊണ്ട് നമുക്ക് ഫൈസൽ കന്മൻ എന്ന് പറഞ്ഞാലും ആളുകൾ സ്വീകരിക്കും. നമുക്കിപ്പോൾ മലയാളത്തിൻ്റെ മാപ്പിളപ്പാട്ടുകളിലും ഏതിലായാലും കവികളൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ. കവികളും കലാകാരന്മാരൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷേ പലരും ഈ വരികളുടെ ആ ഒരു അർത്ഥം ഗ്രഹിച്ചുകൊണ്ടല്ല എഴുതുന്നത് എന്നുള്ളൊരു പരാമർശം ഉണ്ടല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു കലാകാരൻ എന്ന നിലയിൽ ഫൈസൽക്കാരുടെ ഒരു അഭിപ്രായം എന്താ? എഴുതുന്നത് അത് വളരെ റയറായിട്ടുള്ള കവികളല്ലാത്തവരാണ് അങ്ങനെ ഒരു പാട്ട് എഴുതുന്നത്. പിന്നെ പുതിയ കാലഘട്ടത്തിൽ ചില സിനിമകൾക്ക് വേണ്ടി പിന്നെ അങ്ങനെ ഒരു പക്ഷേ ചില ശബ്ദങ്ങൾ മതിയായിരിക്കാം. ശബ്ദങ്ങളിൽ തന്നെ പലതും നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുമല്ലോ. എന്നാൽ മാപ്പിളപ്പാട്ടുകളിൽ എഴുതുന്ന ഈ ട്രാക്കിലുള്ള ആളുകളൊക്കെ കൃത്യമായിട്ട് അർത്ഥങ്ങളുള്ള പാട്ടുകളാണ് എഴുതുന്നത്. അപ്പോൾ ഒരു പക്ഷെ ഒരു ഭാഗത്ത് മതിലിൻ്റെ അപ്പുറത്തുള്ള ഒരു വിവരം നമുക്കറിയില്ല എന്ന് വെച്ച് ഇപ്പോൾ മോയിൻകുട്ടി വൈദ്യർ എഴുതിയ പാട്ടുകളാണ്. അഹദത്തിലെ അലിഫ് അലിഫിൽ മഗമിയം അലിഫക്ഷര പൊരുൾ ബിസ്മില്ല അരിമ കലെ കുത്തുബാനുദീനം ഖുർആനിൽ അളകുറ്റല കുറി ബിസ്മില്ല. അതുപോലെ ഹക്കാന ആ പാട്ടൊക്കെ പുറപ്പെട്ട ബുജയിൽ, ഇതൊക്കെ നമുക്ക് കേട്ടാൽ ചിലപ്പോൾ ഇതിന് ഉള്ളിലൊന്നുമില്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന അതിരസകരമായിട്ടുള്ള ചില മുത്തുകളുണ്ട്. ഈ അബ്ജദിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്ന അക്കക്കെട്ട്, മലയാളത്തിൽ അതിന് അക്കക്കെട്ട് എന്ന് പറയും, അറബിയിൽ അബ്ജദിൻ്റെ അക്ഷരങ്ങൾ. അത് ചില അക്ഷരങ്ങൾക്ക് പിന്നെ മൂല്യം കൊടുക്കണം. അപ്പോൾ ബിസ്മി എന്ന് 756 എന്നൊക്കെ എഴുതുന്ന പോലെ മൂല്യം കൊടുക്കുന്ന അങ്ങനെയുള്ള വാക്കുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ പഴയ കാലത്ത് മലബാറിൽ ഉപയോഗിച്ചിരുന്ന പിന്നെ ഒരു രീതിയുണ്ട്. ആ പാട്ട്, ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അതൊരു ഭാഷയായിരുന്നു, നിഗൂഢ ഭാഷ എന്ന് പറഞ്ഞ ആ ഭാഷയിൽ ഉപയോഗിച്ചിരുന്ന ഒരു സ്വരങ്ങളൊക്കെ ഒരേ കാക്ക ഗംഗങ്ങ അങ്ങനെ സ്വരങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളുണ്ടായി. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഇപ്പോൾ ഞാൻ എഴുതിയ പാട്ടാണ്, അതിൻ്റെ അർത്ഥങ്ങൾ കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും. വല്ലാഹി കഥയുടെ പൊരുളുരത്ത് അതിശയ മൊഴികളിൽ ചിതമതിലന്നാളിൽ
വിലായത്തിൻ ചരിതം രുചിരം ചേർന്നാനെ അത് ഫുർഖാനിൽ വളർപ്പെട്ട കവരമിൽ അതിമിക പദവിയിൽ. അങ്ങനെ നീണ്ടു പോവുകയാണ് ആ പാട്ട്. അത് ശരിക്ക് ഖുർആനിലെ അസ്ഹാബുൽ കൗഫ് എന്ന് പറയുന്ന ഗുഹയിൽ 300 വർഷം താമസിച്ച ഗുഹാവാസികളെ കുറിച്ച് ഉള്ള വല്ലാഹി എന്ന് പറഞ്ഞാൽ ആ പാട്ടിൻ്റെ വരി വന്നതിനെ ഒരു സാധാരണക്കാരൻ ബസ്സിൽ പോകുമ്പോൾ വല്ലാഹി എന്ന് പറഞ്ഞതാണ്. ദൈവമാണ് സത്യം പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറയുന്ന ഒരു രീതിയാണ്. കഥയുടെ പൊരുൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ഓഡിയൻസിന്. അതിൽ കൃത്യമായിട്ട് ഓരോ പദങ്ങൾക്കും അർത്ഥമുണ്ട്. എല്ലാ കവികൾ എഴുതുന്ന പാട്ടുകൾക്കും കൃത്യമായിട്ട് അർത്ഥമുണ്ട്. അതിനെ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് അറിയാം, ഇപ്പോൾ ഈ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ മലബാറിൻ്റെ തന്നെ ട്രഡീഷണൽ പാരമ്പര്യമായിട്ടുള്ള ഓരോ കലാരൂപങ്ങളിൽ തന്നെ പെടുത്താവുന്നതാണ് നമുക്ക് ഈ മാപ്പിളപ്പാട്ടായാലും ഒപ്പനയായാലും വട്ടപ്പാട്ട് ഇതൊക്കെ. പക്ഷേ ഇപ്പോൾ വെറും കലോത്സവ വേദികളിലേക്ക് മാത്രമായിട്ട് ഇതൊരു ചുരുങ്ങുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഇപ്പോൾ കലോത്സവ വേദികളിൽ നിന്നും കുറച്ച് പുറത്ത് വന്നു എന്നാണ് പറയാൻ കഴിയും. അപ്പോൾ മാപ്പിളപ്പാട്ടാണെങ്കിലും പിന്നെ സിനിമകളിലൂടെ പിന്നെ വരുന്ന ട്രെൻഡി ആയിട്ടുള്ള ഇപ്പോൾ സുലൈഖ മനസ്സിലൊക്കെ ഉള്ള പാട്ടുകൾ, പിന്നെ ആദ്യം ഇറങ്ങിയ ശൈശവ കാലഘട്ടത്തിൽ മാപ്പിളപ്പാട്ടിൽ ഇറങ്ങിയ മുഹീദ്ദീൻ മാലയിലുള്ള പാട്ടുകളാണ്. ആ മുഹീദ്ദീൻ മാലയുടെ പാട്ടിൻ്റെ ഈണത്തിൽ വരുന്നുണ്ട്. പിന്നെ നാടോടികളായിട്ട് പാടിയിരുന്ന ആ പാട്ടാണ് പിന്നെ നാടോടി പാട്ടായിട്ട് വന്നിട്ടുള്ളത്. മഞ്ഞൾ കൊത്തമ്പാലി എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ആ പാട്ടിൻ്റെ അതേപോലെ പദങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ സുലൈഖ മനസ്സിലുള്ള ചില പാട്ടുകളിലൊക്കെ കൃത്യമായിട്ട് പഴയ പദങ്ങളുടെ ചേരുവ, അത് തന്നെയാണ് മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ടിൻ്റെ പ്രാസങ്ങൾ, അതിനൊരു പ്രാസകുപ്പായുണ്ട്. ആ പ്രാസകുപ്പായം അതിന് ഛന്ദശാസ്ത്രം എഴുതി വെക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും കവികളിൽ നിന്ന് കവികളിലേക്ക് കൈമാറി ഞങ്ങളുടെ പുതിയ തലമുറയിൽ എത്തി നിൽക്കുമ്പോഴും അത് സൂക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിന് കമ്പി, വാൽക്കമ്പി, വാലുമക്കമ്പി, ചിറ്റെഴുത്ത് എന്ന് പറയുമ്പോഴും ആ പാട്ടിൻ്റെ കൂടെ തന്നെ സാധാരണമായിട്ടുള്ള പാട്ടുകളും ഉണ്ട്. ദുനിയാവിതെന്ത് പുതുമപ്പറമ്പാണ് ആലം ഉടയോന എന്ന് കാസർഗോഡിൻ്റെ കവി ടി ഉബൈദ് സാഹിബ് അതിമനോഹരമായിട്ട് പുതിയ കാലത്ത് നിന്ന് നോക്കുമ്പോൾ വലിയ അർത്ഥമുള്ള ഒരു കവിതയാണ്. ഈ പഴയ കാലത്തെ ഈ മാപ്പിളപ്പാട്ടും ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന മാപ്പിളപ്പാട്ടുകളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ തോന്നിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ വിട്ടുപോയിട്ടുണ്ട്. അത് മാപ്പിള കലകളെ കുറിച്ച് പറഞ്ഞു. മാപ്പിള കലകൾ പിന്നെ അതിൽ ഒപ്പന എന്നുള്ള കല ജനകീയമായി മാറിയിട്ടുണ്ട്. അതൊരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ കലോത്സവത്തിലേക്ക് കൊണ്ടുവന്നതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ വട്ടപ്പാട്ടാണെങ്കിൽ പോലും, ആ കാലഘട്ടത്തിൽ നിന്ന് കലോത്സവം അതിനെ കൂടുതൽ ജനകീയമാക്കി മാറ്റി. ഇപ്പോൾ എനിക്ക് തോന്നുന്ന മാപ്പിളപ്പാട്ടിൽ ഞാൻ എഴുതിയ പാട്ടുകൾ പഠിച്ച് സ്റ്റേറ്റ് കലോത്സവത്തിലെത്തിയത് പിന്നെ വിസ്മയയും അതുപോലെ ഇന്ദുവും അതുപോലെ ആഷ്നയൊക്കെയാണ്. അല്ലാതെ പിന്നെ അതൊരു മാപ്പിളപ്പാട്ട്, മാപ്പിള എന്നുള്ള നാമത്തിൽ ഒതുക്കി നിർത്തുന്നതല്ല. ഒപ്പനയിലും അതുപോലെ തന്നെയാണ്. അതിപ്പോൾ ജനകീയമായി മാറിയിട്ടുണ്ട്. കലോത്സവത്തിൻ്റെ വേദികളിൽ ഈ മാപ്പിള കലകളുടെ വേദികൾ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് എന്താ ഒരു ചോദ്യം കൂടി വന്നല്ലോ, എന്തായിരുന്നത്? ഈ ട്രഡീഷണൽ ആയിട്ടുള്ള, അതായത് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന മാപ്പിളപ്പാട്ട്, ആ മാപ്പിളപ്പാട്ടും പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന ഓരോ മാപ്പിളപ്പാട്ടുകളുണ്ടല്ലോ, അപ്പോൾ അത് തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന മാപ്പിളപ്പാട്ട് ട്രഡീഷണലിനാണോ ഉദ്ദേശിക്കുന്നത്, അതോ പിന്നെ ലാളിത്യത്തോടു കൂടിയുള്ള പാട്ടുകളും ട്രഡീഷണലും തമ്മിലുള്ള വ്യത്യാസമാണ്? ട്രഡീഷണലും അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഇതിന് ഒരു പ്രാസുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു പദക്കോർവയുണ്ട്. പിന്നെ അതുപോലെ ചില ലക്ഷണ ശാസ്ത്രങ്ങൾ, ഇശലുകൾ എന്ന് പറയുന്ന, ഇശലുകൾ എന്ന് പറഞ്ഞാൽ വൃത്തമാണ്. തമിഴിൽ നിന്നാണ്. തമിഴിലെ ഒരു പദ്യശാഖക്ക് പറയുന്ന പേരാണ് ഇയറ്റമിഴ്. ഇയൽ പ്ലസ് തമിഴ് എന്നാണ്. അതിലെ ഇയലാണ് ഇശൽ. ഈ ഇശലിന് മറ്റൊരു ഗവേഷകൻ കണ്ടെത്തിയത് ഖത്തറിലെ ഒരു ലൈബ്രറിയിൽ നിന്ന്, പേർഷ്യൻ പുസ്തകത്തിൽ നിന്ന്, ഇശൽ എന്ന് പറഞ്ഞ സംഗീതത്തിനോട് യോജിക്കുന്ന ഒരു പേരും കൂടി ഉണ്ട്. ഈ വൃത്തത്തിൽ ഇശൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ തൊങ്കൽ, ഉടനെ കഴുത്തെൻ്റെ ദറുക്കു ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ, ഇശലാണ്. ഹക്കാന എന്ന് പറഞ്ഞ ഒരു ഇശലാണ്. ഹക്കാന കോനമറാൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവായ്, ഇങ്ങനെ എഴുതുന്ന അങ്ങനെയുള്ള ഇശലുകൾ
ഒരിക്കലും ഇപ്പോൾ പുറപ്പെട്ട പൂജായിൽ അതുപോലെ തടകി മണത്തേ ഈ ഇശലുകളൊന്നും മലയാളത്തിൽ വേറൊരു കവിതാ ശാഖയിലില്ല. എന്നാൽ മലയാളത്തിനോടും തമിഴിനോടും അറബിയോടൊക്കെ വളരെ ചേർന്ന് കൊണ്ടാണ് മാപ്പിളപ്പാട്ട് വാതിൽ തുറന്നത്. എന്നാൽ അതൊന്നുമല്ലാത്ത പാട്ടുകൾ, ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ പാട്ടുകളും മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകൾ നോക്കുമ്പോൾ പദങ്ങളും പിന്നെ ചില വൃത്തങ്ങൾ ഒരുപോലെ വന്നു, പക്ഷെ പാടി പറയുമ്പോഴാണ് അത് വ്യത്യസ്തമാകുന്നത്. മാപ്പിളപ്പാട്ടിൻ്റെ ഈണങ്ങൾ അത്ഭുതകരമായിട്ടുള്ള പല എന്തൊക്കെയോ സംഭവിച്ചിട്ടാണ് മാപ്പിളപ്പാട്ട് ആയത്. ഒരുപാട് മാറ്റങ്ങൾ അതിൽ അതിരസകരമായിട്ടുള്ള ഈണങ്ങൾ. ഇപ്പോൾ കെസ് ഈണ ഇമ്മലയാളത്തിക്കുറി വന്നത് പോലത്തൊരു മലവെള്ളം ദമ്മിൽ മുമ്പ് കയറിയതാരും കണ്ടില്ല, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കെസ് പാട്ടുകളുണ്ട്. അത് ചില ചരിത്രങ്ങളെ വിവരിക്കുന്ന ഒറ്റപ്പാട്ടുകൾ. ഇങ്ങനെ എന്താ പറയുക, ഒരു ബഹറാണെന്ന് പറഞ്ഞാൽ അത് കൃത്യമായിരിക്കും. അതാണ് മാപ്പിളപ്പാട്ടിൻ്റെ ട്രഡീഷണൽ ഭാഗം. സാധാരണ പാട്ടിപ്പോൾ കരയാനും പറയാനും മാനം തുറന്നിരക്കാനും എത്ര വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാവുന്നത്. മലയാളം നമുക്ക് എല്ലാവർക്കും സാധാരണക്കാർക്കൊക്കെ മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലാണ് പാട്ട്. എന്നാൽ പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചാലും ഇംഗ്ലീഷിനെ കുറിച്ച് അറിയുള്ളൂ, ഹിന്ദി പഠിച്ചാലും അറിയുള്ളൂ. അതുപോലെ മാപ്പിളപ്പാട്ടിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചാൽ അതിൻ്റെ സാഹിത്യം ഒക്കെ അതിൻ്റെ ചേരുവകളൊക്കെ നമ്മൾ അതിൻ്റെ വാതിൽ തുറന്നാൽ, ഇപ്പോൾ പോഹറ എന്നുള്ളൊരു രത്നം കണ്ടെത്താൻ വേണ്ടി പോകുന്ന ഒരു വാതിൽ തുറക്കുന്നത് ബുദ്ധിയിൽ ഉപയോഗിച്ചാൽ കഴിയുള്ളൂ. അത് അത്രയൊന്നും പോവാതെ തന്നെ മാപ്പിളപ്പാട്ടിൻ്റെ ഇശലുകൾ തുറക്കാൻ പറ്റും, മാപ്പിളപ്പാട്ടിൻ്റെ പ്രാസങ്ങൾ തുറക്കാൻ പറ്റും, മാപ്പിളപ്പാട്ടിൻ്റെ സാഹിത്യം തുറക്കാൻ പറ്റും, മാപ്പിളപ്പാട്ടിൻ്റെ ഈണങ്ങളിലേക്ക് കടന്നു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതിയ പാട്ടുകളിലൊക്കെ പുതിയ ഇശലുകൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നമ്മളതിൽ പഠനം നടത്തിയാൽ, ഇപ്പോൾ എൻ്റെ ഗുരു കടായിക്കൽ കോയക്കുട്ടി, മർഹൂം കടായിക്കൽ കോയക്കുട്ടി എന്ന ആളാണ് ആദ്യ ഗുരു. അദ്ദേഹം ഇശലുകൾ എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ദൈവം ഓരോരുത്തർക്കും സർഗഭാവനയായിട്ട് കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും. അതും അദ്ദേഹത്തിൻ്റെ അധ്യാപനമൊക്കെ ചേർന്നിട്ട് പുതിയ കുറേ ഇശലുകൾ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലുള്ള ഒരു പാട്ടാണ് കാതിർകത്തും കിരികിടമാലെങ്കും കത്തിവിളങ്ങണ കസിറകമാൽ. അതൊരു പിന്നെ പഴയ ഇശലിൽ നിന്ന് കുറച്ച് പുതിയ ഇശലാക്കി മാറ്റിയൊരു സംഭവമാണ്. അതുപോലെ മക്കാബൂർമിക്ക ഹക്കിൽ അതിർപ്പം ഭംഗി സമ്മികവ, ഇത് ശരിക്കും ഹിറ്റ് പാട്ടാണ്, വളരെ ഹിറ്റ് പാട്ടാണ്. ബാദുഷയാണിത്, മീഡിയ വണ്ണിലെ 14 പാടിയിരുന്ന ബാദുഷയാണിത് 1ാം സ്ഥാനം പാടി സ്റ്റേറ്റിലേക്ക് പോയത്. പിന്നെ അതേ പാട്ട് തന്നെ ഇൻട്രസോണിലും അവന് ഫസ്റ്റ് അടിച്ചു. അപ്പോൾ മീഡിയ വണ്ണിന് ബാദുഷക്കും ഒക്കെ ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു പാട്ടും കൂടിയാണ് ഈ പാട്ട്. ഇപ്പോൾ ഓരോ സിറ്റുവേഷനുകളനുസരിച്ചിട്ട് ഓരോ നിമിഷ കവിതകളും ഫൈസൽക്ക രചിക്കാറുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരു നിമിഷ കവിത ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഒന്ന് പറയാം. ഭയങ്കര രസകരമായിട്ട് ദൈവം സർഗധരനാണ് എന്ന് മനസ്സിലാക്കുന്ന, അതിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് കൃത്യമായിട്ട്. ഇപ്പോൾ നമ്മൾ ക്യാമറ തന്നെ, ക്യാമറ നമ്മളെ ക്യാമറക്ക് മുന്നേ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അതേപോലെ അത് പിന്നീട് ഫോട്ടോഗ്രാഫി അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് വരാം. ഇതിൽ നമ്മുടെ എവരി വൺ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ ഗ്രൂപ്പുകളിലൊക്കെ വരും. പെട്ടെന്ന് എന്തെങ്കിലും ഇട്ടിട്ടാണ് ഡിലീറ്റ് ചെയ്യും. ആ സമയത്ത് എനിക്ക് തോന്നിയൊരു സംഭവമാണ്, മായ്ച്ച് കളയുന്നതൊന്നുമേ മായുന്നില്ല, എല്ലാം തിരിച്ചെടുക്കും അവൻ. മായ്ച്ചു കളയുന്നതൊന്നുമേ മായുന്നില്ല, എല്ലാം തിരിച്ചെടുക്കും അവൻ. ഭൂമിയിലെ പ്രപഞ്ചത്തിലെ എല്ലാ ശബ്ദങ്ങളും എല്ലാം ദൈവം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളെ എല്ലുകളൊക്കെ കഷ്ണമായി പോയാലും അതിനെ സിമ്പിളായിട്ട് രൂപപ്പെടുത്താൻ ദൈവത്തിന് കഴിയും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് അതിലൂടെ ഞാൻ വേറൊരു സംഭവമാക്കിയിട്ട് മാറ്റിയതാണ്. രണ്ടർത്ഥങ്ങളും ഒരുമിച്ച്. അതുപോലെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ ബസ് കാത്തു നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ബസ് ഇങ്ങനെ പോവാണ്, പിന്നിൽ നിന്ന് ഒരാളിങ്ങനെ ഓടി വരുന്നുണ്ട്. അവിടെ നിന്ന് എൻ്റെ മുമ്പിൽ നിന്ന് ബെല്ലടിച്ച് ബസ് പോയി. ബെല്ലടിച്ചാൽ പിന്നെ നമ്മളെ സമയം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പം എനിക്ക് തോന്നിയാണ്, മണിയടിച്ചാൽ വണ്ടി നീങ്ങും കാത്തു നിൽക്കില്ല മനുജ, മതിമതിച്ചും കൊതി നിറച്ചും പോക്ക് നന്നല്ല. മണിയടിച്ചാൽ വണ്ടി നീങ്ങും, ആരെയും കാത്തു നിൽക്കില്ല.
മതിച്ചും കൊതി നിറച്ചും നിന്റെ പോക്ക് നന്നല്ല എന്നുള്ളൊരു മരണത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് അതങ്ങനെ വന്നതാണ്. അത് ഒരു സമയം കൊണ്ട് വരുന്ന സംഭവങ്ങൾ. ചെരുപ്പിൻ്റെ വാറു പോലെ അടുത്തുണ്ട് നിൻ മൗത്ത്, അതായത് മരണം. ചൊറുക്കെല്ലാം മാഞ്ഞു പോകും നിലച്ചിടും നിൻ സൗത്ത് എന്ന് പറഞ്ഞ ശബ്ദം. അതൊക്കെ ഒരു കാലിലൊരു പിന്നെ വാതിൽ ക്യാഷ് അങ്ങനെയൊക്കെ വരുന്ന ഒരാൾ വളരെ ഒട്ടിയ ചെരുപ്പുമായിട്ട് വന്നപ്പോൾ, ശരിക്കും ഹദീസിലോ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അങ്ങനെ ഒട്ടിക്കെടുക്കുന്നുണ്ട്. അപ്പോൾ തോന്നിയ വരികയാണ് ചെരുപ്പിൻ്റെ വാറു പോലെ അടുത്തുണ്ട് നിൻ മൗത്ത്, ചൊറുക്കെല്ലാം മാഞ്ഞു പോകും നിലച്ചിടും നിൻ സൗത്ത്. അങ്ങനെ ട്യൂണ് ഓട്ടോമാറ്റിക്കലായിട്ട് അവിടെ വന്ന് നിൽക്കും എഴുതാൻ. ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്നും കൂടാണ്ടൊരു ഫോട്ടോ ജേർണലിസ്റ്റ് കൂടിയാണ്, ഒരുപാട് അവാർഡുകളും അതിന് കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് എങ്ങനെയാണ് ഇപ്പോൾ എത്തിപ്പെട്ടത്? പാട്ട്, ഫോട്ടോ അതിൻ്റെ ജീവിത ലഹരി എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഫോട്ടോഗ്രാഫി ഏട്ടനൊരു ഡ്രോയിങ് മോശമാണ്. സെനിത്ത് ക്യാമറ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഫോട്ടോഗ്രാഫി ചെയ്യണുണ്ട്. അപ്പോൾ സെനിത്ത് ക്യാമറയ്ക്ക് ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ ക്ലോസപ്പ് ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു 600 ഒക്കെ ലെൻസ് ഇടുന്നതിൻ്റെ അപ്പുറത്ത് സെനിത്തിൻ്റെ ഒരു ചെറിയ പിന്നെ ലെൻസ് കൊണ്ട് നമുക്ക് ബാക്ക് ഔട്ടാക്കാൻ പറ്റും. അത് ഭയങ്കര കൗതുകം. നമ്മളെ ഫോക്കസ് ചെയ്യുന്നത് അത് കവിതയും ചെയ്യുന്നത് അത് തന്നെയാണ്. ചില സംഭവങ്ങളെ ഫോക്കസ് ചെയ്യപ്പെടുക. അങ്ങനെ നമ്മളെ കണ്ണ് പിന്നെ ആണ് ആദ്യത്തെ ക്യാമറ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ കണ്ണിൽ കാണുന്ന ഏറ്റവും ഭംഗിയുള്ള ദൃശ്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ കഴിയില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഈ ക്യാമറയും കൂടി നടക്കുമ്പോൾ മാധ്യമം പത്രത്തിൻ്റെ ഇപ്പോൾ ന്യൂഡൽഹി റിപ്പോർട്ടറായിട്ടുള്ള ഹസനുൽ ബന്ന, അദ്ദേഹം ഇപ്പോൾ അന്ന് തിരൂരായിരുന്നു. തിരൂരിൽ നിന്ന് തന്നെ ഒരു വർക്കിന് കൊണ്ടുപോകണം. ഈ അടുത്ത് തിരുനാവായ മാമാങ്കം നടക്കുന്നതിൻ്റെ ഏരിയയിൽ കൊടക്കൽ ടൈൽ ഫാക്ടറി, നിലപാട് തറക്കുള്ളൊരു ഏരിയ, അതിൻ്റെ അകത്ത് നിന്ന് പിന്നെ പുഴയിലേക്ക് ഉണ്ടാക്കിയ 1 കിലോമീറ്റർക്ക് ദൂരമുള്ള ഒരു തുരങ്കം ഉണ്ടായി. തുരങ്കം ഇങ്ങനെ ആർച്ചിൽ ഗ്യാപ്പുള്ളൊരു സംഭവം. അതെടുക്കാൻ ആദ്യമായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ എനിക്കറിയുന്നത് ഈ ഇളകിക്കഴിഞ്ഞാൽ, ഷട്ടർ കുറഞ്ഞാൽ ഇളകിക്കഴിഞ്ഞാൽ കൈ ഷെയ്ക്ക് ബ്ലറാവും എന്നുള്ളൊരു ഐഡിയ മാത്രമേ ഉള്ളൂ. വളരെ കുറഞ്ഞ സമയമായിട്ടുള്ളൂ. അത് എപ്പോഴും കയ്യിൽ FM10 ക്യാമറ. അത് പിന്നെ കയറി പോകുന്നതിൻ്റെ ഇടയിൽ എന്നോട് പറഞ്ഞു, അതിന് മുമ്പ് മാതൃഭൂമി മനോരമ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഗേറ്റാണ് എടുത്തിട്ടുള്ളത്, അതല്ലാത്ത ഫോട്ടോ വേണമെന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ പടം. നട്ടുച്ച സമയം. നമ്മുടെ ഫോട്ടോഗ്രാഫിയും അതും കൂടി എത്രമാത്രം ചേരും നമുക്ക് ആലോചിച്ചു. ലൈറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അതെ. അങ്ങനെ ആ നട്ടുച്ചയുടെ ലൈറ്റ് വെള്ളമുണ്ട് താഴെ, അത് താഴെ അടിച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു പച്ച കളറിൽ ഇച്ചുണ്ട്, അതിലേക്ക് അടിച്ചിട്ട് ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നമ്മുടെ കണ്ണിൽ കാണാൻ. അപ്പോൾ അതിൽ 3 പടമാണ് ഞാൻ അടിച്ചത്. കയ്യിൽ വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. 2 ഷട്ടറിലാണ്. ആ 3 പടത്തിൽ ഒരു പടം മാത്രമാണ് കിട്ടിയത്. അന്ന് അത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ്. എല്ലാ കുട്ടികളും ഇങ്ങനെ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ സപ്ലിമെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഫൈസൽ കന്മനം ബൈലൈൻ കൊടുത്തിട്ട്. അപ്പോൾ എനിക്കതിൻ്റെ പ്രാധാന്യമൊന്നും അറിയില്ല. അപ്പോൾ അതിഗംഭീരമായിട്ടുള്ളൊരു ചിത്രമാണ് അത്. ഇന്ത്യ ടുഡേൻ്റെ ഒക്കെ പോലെയുള്ള പേപ്പറിലാണ് ആ സാധനം വന്നത്. പിന്നീട് ഫോട്ടോഗ്രാഫി കുറേ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ ബൈലൈനൊക്കെ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടില്ല. ഈ പടം ഇന്നും ഗംഭീരമാണ്. ഡിജിറ്റലിൽ എടുത്തിട്ട് പോലും പിന്നീട് അങ്ങനത്തെ ഒരു പടം കിട്ടിയിട്ടില്ല. പിന്നീട് ഇവിടെ അതാ ചെമ്പിക്കൽ എന്ന് ദ മെമ്മറബിൾ ചൈൽഡ്ഹുഡ് എന്നുള്ളൊരു പടം ഹിന്ദുവിൽ വന്നു. മങ്കേരിക്കുന്ന് അവിടെ നിന്ന് ഒരു ടൈംസ് ഓഫ് ഇന്ത്യയിലൊരു പടം വന്നു. പിന്നെ കുറേ നിങ്ങളെ യാത്രയാവും എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ എക്സിബിഷൻ നടത്തി. ഇങ്ങനെ കുറേ സംഭവങ്ങൾ. ഫോട്ടോഗ്രാഫി നമ്മുടെ ഭയങ്കര ഇപ്പോഴും ഇഷ്ടമാണ്. ഫോട്ടോഗ്രാഫി, മൈക്രോ ഫോട്ടോഗ്രാഫി, അതുപോലെ യാത്രാ ഫോട്ടോഗ്രാഫി ഒക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ ഫോക്ലോർ അതിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ, ഈ ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിരിക്കുന്ന ആ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അവാർഡ് തന്നെയാണല്ലോ ഈ ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ എന്തായിരുന്നു ആ ഒരു അനുഭവം? ഇത് വലിയ നമ്മൾ നന്നായിട്ട് അധ്വാനിച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല സ്വാദായിരിക്കും നമുക്ക്. ആ ഭക്ഷണത്തിന് ഭയങ്കര ടേസ്റ്റാണ് ഇവിടെ. നന്നായി ഇപ്പോൾ ഒരു ഉച്ചക്ക് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട ഒരു 4 മണി വരെ കഴിഞ്ഞിട്ട് 5 മണിക്കൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇത്. അതുപോലെ അതിൻ്റെ പിന്നിലുള്ള നെടുവീർപ്പുകൾ, നമ്മുടെ അർപ്പണബോധം, പിന്നെ അതിനു വേണ്ടി വർക്ക് ചെയ്തത്, ഒരുപാട് യാത്ര ചെയ്തത്, കുറേ ആൾക്കാരെ വെയിറ്റ് ചെയ്തിട്ട് ചിലത് കിട്ടാത്തത്, എന്നിട്ട് നമ്മളത് തേടി പിടിച്ച് കണ്ടെത്തിയത്, ഇതെല്ലാം പിന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് പോയി പ്രോഗ്രാമുകൾ ഇപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ എന്നെ പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം നമ്മുടെ പഴയ കാലത്ത് മുതിർന്ന കലാകാരന്മാർ, വി എം കുട്ടി മാഷ് വരെയുള്ള ആളുകളെ
പിന്നെ പ്രൊമോട്ട് ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്യുകയും ചില അറിയപ്പെടാത്ത ആളുകളെ ഇൻ്റർവ്യൂയിലൂടെ അവരെ അറിയിക്കുകയും പാട്ടുയാത്ര എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി തന്നെ നടത്തിയിരുന്നു. അങ്ങനെ ആ പരിപാടികളിലൂടെയൊക്കെ പഴയ കലാകാരന്മാരെ നമ്മൾ അതുപോലെ ചെറിയ കുട്ടികളെ ഒക്കെ പ്രൊമോട്ട് ചെയ്തിരുന്നു. അതുപോലെ പഠിപ്പിക്കുകയും ആ പഠിപ്പിച്ച കുട്ടികളെ കലോത്സവങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് അവരെ ആൽബങ്ങളിലൊക്കെ ആയിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന ആ സംഭവങ്ങളൊക്കെ വെച്ച് സെമിനാറുകൾ, ഹെറിറ്റേജ് സെമിനാറുകൾ, അതുപോലെ പുതിയ ക്രിയേഷൻ ഇപ്പോൾ മലയാള സർവകലാശാലയിൽ ഞങ്ങളൊരു പുതിയ ക്രിയേഷൻ നടത്തിയിരുന്നു. പിന്നെ പഴയ കാലത്തെ വൈദേശികർക്കെതിരെ പടപൊരുതിയ പാട്ടുകളെ സമന്വയിപ്പിക്കാൻ തന്നെ പരിപാടി. അങ്ങനെയുള്ള പാട്ടുകൾ, അതിൽ വന്ന വാർത്തകൾ 1400 അപ്ലിക്കേഷനിൽ നിന്ന് 157 അപ്ലിക്കേഷനാണ് സ്വീകരിച്ചത് ഫോക്ലോർ. അതിൽ തന്നെ 5ഓ 6ഓ ആണ് മാപ്പിളപ്പാട്ട്, മാപ്പിളകല അങ്ങനെയൊക്കെ ആയിട്ടുള്ള കോൽക്കളിയൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം ഉള്ളത്. അതിൽ കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയത് നമ്മളെ ലൈഫ്, നമ്മൾ കലക്ക് സൗഹൃദത്തിനും മതസൗഹാർദ്ദത്തിനും അതിരുകളില്ലാത്ത സ്നേഹത്തിനൊക്കെ വേണ്ടിയാണല്ലോ ഈ കല എന്നുള്ള ഒരു സംഭവം. അതിന് കിട്ടിയൊരു അംഗീകാരമായിട്ട്, സ്നേഹത്തിന് കിട്ടിയൊരു അംഗീകാരം, സമൂഹത്തിൽ നന്മക്ക് കിട്ടിയൊരു അംഗീകാരമായിട്ടാണ് അത് ഞാനിവിടെ ഇരിക്കുമ്പോഴും ഞാൻ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഫോക്ലോർ എന്ന് പറയുമ്പോൾ എനിക്ക് പിന്നെ ജനം ഒന്നിച്ച് നൽകുന്ന, സർക്കാർ അതിനെ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ അത് ഏതൊരു കലാകാരനും വളരെ നെഞ്ചോട് ചേർക്കുന്നൊരു സംഭവമാണ്. മതസൗഹാർദ്ദം എന്ന വിഷയത്തിലും ഫൈസൽക്ക ഒരു മാപ്പിളപ്പാട്ട്, കവിത അങ്ങനെയൊക്കെ എഴുതാറുണ്ടെന്ന് കേട്ടു. അപ്പോൾ അതുപോലെ ഒരെണ്ണം നമുക്ക് വേണ്ടി ഇവിടെ പാടാൻ പറ്റും? മതസൗഹാർദ്ദത്തിനെ കുറിച്ച് ഒരുപാട് കവികൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മതസൗഹാർദ്ദത്തിന് പഴയ കാലത്തെ കവികൾ എഴുതിയിരുന്നത് വളരെ സൗമ്യമായിട്ടായിരുന്നു എഴുതിയിരുന്നത്. ആ സൗമ്യമായിട്ടുള്ള കവിത കേട്ടിട്ട് നമ്മൾ എൻ്റെ രചനയിലേക്ക് പോവുകയാണ് നല്ലതെന്ന് തോന്നുന്നു. ആദ്യ കാലഘട്ടത്തിൽ ഇത്രമാത്രം പിന്നെ സംഘർഷഭരിതമായിരുന്നില്ല. അപ്പോൾ എഴുതിയതാണ് നസീബ് അനന്താവൂർ എന്ന് പറയുന്ന ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു കവി എഴുതിയാണ്. പല മതങ്ങൾ, ജാതികൾ, പല മാതിരി മാമൂലുകൾ, പലതിലും പെട്ടകന്ന് നമ്മൾ പല വഴിക്ക് യാത്രയായി, എങ്കിലും നാം ഒത്തുചേരണ തീരമൊന്നല്ലേ, ഏത് നദിയും ഒഴുകിടുന്നത് കടലിലേക്കല്ലേ, ആദമിൻ്റെ മക്കളായ നമ്മളൊന്നല്ലേ, ആരുമാർക്കും അന്യരല്ല, ചോരയൊന്നല്ലേ, നമ്മുടെ ചോരയൊന്നല്ലേ. ഇത് വളരെ സിമ്പിളായിട്ട് ആളുകളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ ഇങ്ങനെ വെറുതെ ഇടയിൽ വരകൾ സൃഷ്ടിക്കുന്ന ഒരു രൂപം വന്നപ്പോൾ, ആക്രമിക്കുന്ന രൂപം വന്നപ്പോൾ, പുതിയ കാലത്തൊരു കവി എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയൊരു മാപ്പിളപ്പാട്ട് ഈണത്തിൽ എഴുതിയാണ്. പടച്ചവൻ്റെ പടപ്പുകളുടെ പിടപ്പറിയിക്കാൻ പട പഠിക്കണമെന്ന് ചൊന്നതേതു മതമാ, പടവാളെടുത്ത് പള്ളിയമ്പലങ്ങളിൽ പക നിറക്കാൻ പറഞ്ഞു തന്നതേതു മതമാ, അടവും തടവും പയറ്റി തെളിഞ്ഞ് കഠിന മനമെ ഒരുക്കി തിരിഞ്ഞ് കൊടുവാളെടുത്ത് തലകൾ മുറിഞ്ഞ് കഥനങ്ങൾ പൂണ്ടിട്ടിവിടം നിറഞ്ഞ് അലറുന്ന പൈതങ്ങൾ പടരും തീനാളങ്ങൾ, ആലത്തിലാകെ കലാപങ്ങളായി സ്വരാജ്യവും അധർമ്മത്തിൽ അമർന്നുപോയോ, സ്വരങ്ങളിൽ സഹിഷ്ണുത അകന്നുപോയോ. ഈ ഒരു ചോദ്യത്തിൽ പുതിയ ശുഭപ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് എൻ്റെ മനസ്സ് പ്രാർത്ഥിക്കുന്നത് ഈ പാട്ടിലൂടെ. ഇനിയും ഒരുപാട് ഇതുപോലെ നല്ല നല്ല കവിതകളായാലും പാട്ടായാലും ഇപ്പോൾ ഫോട്ടോ ജേർണലിസ്റ്റിലായാലും ഇനിയും അവാർഡുകളും മറ്റും വാങ്ങിക്കാൻ ഇനിയും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എത്തുന്നു.